ലച്ചൂസേ, എടാ ലച്ചു, എന്താ പ്രശ്നം? നീ മിണ്ടരുത് സിദ്ധന്റെ. നിങ്ങൾ വന്ന അളിയാ, ചേച്ചിക്ക് എന്ത് പറ്റി? ചേച്ചി വയ്യേ? എന്റെ പൊന്നു പാറു, കുറച്ചേരൊന്നും മിണ്ടാതിരിക്കാവോ? കേശേട്ടാ, അമ്മൂമ്മേ, എല്ലാരും ഓടുക, ചേച്ചിക്ക് വയ്യ. ചേച്ചിക്ക് വയ്യ. അയ്യോ ചേച്ചി, എന്താ പറ്റി? എന്നാച്ചു ലച്ചു? അല്ല ചേച്ചി, അളിയന്റെ ബ്ലഡ് ഒക്കെ അല്ലേ പോയി, അപ്പൊ ചേച്ചിക്ക് എന്താ പെട്ടെന്ന്? ലച്ചു, എന്താ പ്രശ്നം? എന്താ കാര്യം പറഞ്ഞീ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടാ സിദ്ധു. എനിക്കറിയാൻ പാടില്ല ഞാൻ ഇനി ഇവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു. എന്റെ കാര്യം പോട്ടെ, നിനക്ക് ആ കൊച്ചിന്റെ കാര്യമെങ്കിലും ഒന്ന് ആലോചിച്ചൂടായിരുന്നു സിദ്ധു? എന്താ ലച്ചു, നീ കാര്യം പറ. കാര്യം പറ. വാരി വലിച്ച് തിന്നുമ്പോ ഓരോന്നൊക്കെ ആലോചിക്കണായിരുന്നു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വറുത്തതും പൊരിച്ചൊന്നും കൂടുതൽ വലിച്ചു വലി തിന്നരുതെന്ന്. ഇതിപ്പോ പോയ പാർക്ക് പോയി, എനിക്ക് പോവും, എന്റെ കൊച്ചിന് പോവും. നിനക്ക് ഞങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ? പിന്നെ ഭയങ്കരമാണ്. നോക്ക് റിസൾട്ട് വന്നത്. ഷുഗർ എത്രയാണെന്ന് ചോദിച്ചു നോക്ക്. നോക്കറിയാതുണ്ടാവുമല്ലോ. ഷുഗർ എത്രയാണെന്നറിയോ? 136. എന്റെ ലച്ചു, ഭക്ഷണം കഴിച്ചിട്ട് ഇതൊക്കെ നോക്കുമ്പോ ഇത്രയൊക്കെ കാണിക്കും, അത് നോർമലാ. എന്റെ സിദ്ധു, ഷുഗർ 70 തൊട്ട് 140 വരെ ആവാം. ഇത് 136. ഒരു 3 പോയിന്റ് കൂടെ കേറിയണ്ടല്ലോ, ഡയബറ്റിക് പേഷ്യന്റാ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ 210, അതും 200 വരെ ആവാമോളൂ. അല്ല ചേച്ചി, ഈ പറയണൊക്കെ ജസ്റ്റ് ബോർഡർ അല്ലേ, അതൊക്കെ അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കേസാണോ? നിനക്ക് വലിയ ടെൻഷൻ ഒന്നും കാണൂല, പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇങ്ങനെ ജീവിക്കുവാണെങ്കിലേ എന്റെ കൊച്ചിന് ചിലപ്പോ അപ്പനില്ലാണ്ടാവും. ലച്ചു, നീ എന്ത് തേങ്ങ പറയണേ? എന്ത് തേങ്ങയാണെന്നാ? ആ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? സൂക്ഷിച്ചും കണ്ടൊക്കെ ജീവിക്കണം. എന്റെ ലച്ചു, ഇത് ഡോക്ടർമാര് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറയണാ. എടാ, ഡോക്ടർമാര് നിന്നെ പേടിപ്പിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? ஐயோ லட்சு, நீ வருத்தப்பட வேண்டாம், எல்லாமே சரியாக்கலாம். ഇത് ശരിയാവൂല ആന്റി. ഇത് ശരിയാവണമെങ്കിലേ ഇവൻ തന്നെ വിചാരിക്കണം. അതെങ്ങനെയാ? ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ ആർത്തിയല്ലേ, കമന്ന് കെട്ടി അങ്ങ് വീഴും. എന്തുവാടി ഇത്? എന്ത്? നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ എന്താന്ന് വെച്ചാൽ കാണിക്കേ. ഞാനും എന്റെ കൊച്ചല്ലേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അമ്മൂമ്മേ, ഈ വണ്ടി അധികം കാലം ഓടുമെന്ന് എനിക്ക് തോന്നാനുള്ള. ചേച്ചി, ഇതിപ്പം ജസ്റ്റ് ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് ഡയറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നിനക്ക് തോന്നുന്നുണ്ട് ഇവൻ എക്സസൈസ് ചെയ്യൂന്ന്, ഡയറ്റ് ചെയ്യൂന്ന്? ഒരു പ്ലേറ്റ് കുഴിമന്തി കണ്ടിട്ടല്ല, കമന്ന് കെട്ടി അങ്ങ് വീഴും.